കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വിജയവും പരാജയവും ഒക്കെ ആഘോഷിക്കുകയും വിലപിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പലരും. എന്നാൽ ഇപ്പോൾ BJP തിരുവനന്തപുരത്ത് നേടിയിരിക്കുന്ന വിജയത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മറ്റുമൊക്കെ RSS നടപ്പാക്കിയ അതേ പദ്ധതി തന്നെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിയതെന്നാണ് ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്. അതിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു അവരുടെ കൗൺസിലർ കൂടിയായ തിരുമല അനില്, അതുപോലെ തന്നെ RSSന്റെ സജീവ പ്രവർത്തകനായിരുന്ന ആനന്ദ് തമ്പി എന്നിവർ ജീവനൊടുക്കിയിരുന്നു, ആത്മഹത്യ ചെയ്തിരുന്നു. ഇതൊക്കെ വലിയ വിവാദവും തിരിച്ചടിയും ഒക്കെ ആകേണ്ടതാണ്. പക്ഷെ അതിനൊക്കെ മറികടക്കാൻ ഈ RSSന്റെ തന്ത്രങ്ങൾ കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം. RSSന്റെ ഇടപെടലിലൂടെയാണ് ഇത് നടപ്പാക്കിയത്. രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ ഈ RSSന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയായിരുന്നു. തിരുമല അനിലിന്റെയും ഒപ്പം തന്നെ ഈ ആനന്ദ് തമ്പിയുടെയും വീട്ടിലേക്കൊക്കെ RSS പ്രാന്ത കാര്യവാഹ് പ്രസാദ് ബാബുവിന്റെ മായി ചേർന്നുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ സന്ദർശനം നടത്തുകയും അവരുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ താനും ഒരു ആത്മഹത്യയുടെ വക്കീലാണ് എന്നൊക്കെ തുറന്നു പറഞ്ഞ BJP നേതാവ് MS കുമാറിനെ അനുനയിപ്പിക്കാനും രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് എത്തിയിരുന്നതുമൊക്കെ അവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ആ ഒരു അസ്വാരസ്യങ്ങളൊക്കെ ശമിപ്പിക്കുവാൻ അത് ഇടയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ RSS അനവധി കുടുംബ യോഗങ്ങൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയും അതിലെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി തന്നെ പങ്ക് എടുക്കുകയും ചെയ്തിരുന്നു. ഇതൊരു പതിവില്ലാത്ത നീക്കമാണ് BJP സംബന്ധിച്ച്. കാരണം അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇത്തരം കുടുംബ യോഗങ്ങളിൽ ഒരു കോർപ്പറേഷൻ ഭാഗത്ത് പങ്കെടുക്കുക എന്നൊക്കെ ഉള്ളത്. ഏതായാലും പ്രാന്തകാര്യവാഹിന് നേതൃത്വമുള്ള 40 അംഗ സംഘമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത്. ഇവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് BJP പ്രവർത്തകരുമായി ഉണ്ടാക്കിയിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ അന്ന് പോലും BJPയുടെ വോട്ടുകളും BJP അനുഭാവികളുടെ വോട്ടുകളും കൃത്യമായി ചെയ്തോ എന്ന് മോണിറ്റർ ചെയ്യുകയും അവരെ കൊണ്ട് കൃത്യമായി ചെയ്യിക്കാനും അവർക്ക് കഴിഞ്ഞു. ഇതനുസരിച്ചിട്ട് BJPയുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഈ സീറ്റ് നില ഉയർന്നു എന്നുള്ളതാണ്. തിരുമല അവിടെ തോൽക്കും എന്ന് എല്ലാവരും പറഞ്ഞിരുന്നെങ്കിലും തിരുമല അനിലിന്റെയൊക്കെ ഈ ആത്മഹത്യ കൊണ്ട് അവിടെ തോൽക്കുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ തോറ്റില്ല എന്ന് മാത്രമല്ല, തിരുമല ഉൾപ്പെടെയുള്ള 12 വാർഡുകളിൽ ഈ സംവിധാനം, ഈ 40 അംഗ സംഘത്തിന്റെയും BJP പ്രവർത്തകരുടെയും സംവിധാനം വലിയ വിജയമാണ്. BJP ഈ മേഖലയിൽ ആകെ 11 സീറ്റുകളാണ് പ്രതീക്ഷിച്ചിരുന്നത്. അവിടെ 12 സീറ്റുകളിലേക്ക് അവർ ജയിച്ചു കയറി. നേമത്ത് 16 സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നത് 17 സീറ്റുകൾ അവരെത്തി. കഴക്കൂട്ടത്ത് 12 സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നു, 14 സീറ്റുകളിലേക്ക് അവരെത്തി. തിരുവനന്തപുരത്ത് 11 സീറ്റാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ അവർക്ക് 7 സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. അതിൽ അവർ പറയുന്നൊരു കാര്യം, UDF BJP തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ അതിന്റെ നേട്ടം LDF ഉണ്ടാക്കി എന്നാണ്. ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. കേരളത്തിൽ ഇത്തരത്തിൽ ഈ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ നടപ്പാക്കിയ ഈ RSSന്റെ ഈ തന്ത്രം ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ള ടെസ്റ്റ് ഡോസ് കൂടിയായിരുന്നു. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതോടുകൂടി ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു. വരാൻ പോകുന്ന നിയമസഭയിൽ സെലക്ടഡ് ആയിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു യോജിച്ച പ്രവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.